ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ നാട്ടിലെ പുരോഗമന മുസ്ലിം പരിഷ്കർത്താക്കളെ ഞാൻ നന്നായി തിരിച്ചറിഞ്ഞു. അല്ലെങ്കിലും എനിക്കറിയാം ഇവരുടെ കപട മതേതരത്വമൊക്കെ. പക്ഷേ ഇന്നലെ ഞാൻ ആകെ ടി-വിയിൽ കാണുന്ന ഒരേ ഒരു പ്രോഗ്രാം റെസ്ലിംഗ് മാത്രമാണ്, WWE. അത് മാത്രം കിട്ടുന്ന സമയത്ത് കാണും. ആഴ്ചയിൽ 2 ദിവസമുണ്ട്. അത് കാണാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്, എത്ര സമയമില്ലെങ്കിലും. ഇഷ്ടപ്പെട്ട കുറച്ചധികം താരങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം, ഇന്നലെ വലിയൊരു ലൈവ് പ്രോഗ്രാം നടന്നു. അത് ക്രൗൺ ജുവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. കൂടുതൽ ചാമ്പ്യൻഷിപ്പ് മാച്ചുകളാണ്. ആ ചാമ്പ്യൻഷിപ്പ് മാച്ച്, ആ ക്രൗൺ ജുവൽ എന്ന് പറയുന്ന WWE പ്രോഗ്രാം നടന്നത് റിയാദിലാണ്. അപ്പോ സൗദി അറേബ്യയെ പോലെ ഇസ്ലാം മത രാജ്യമാക്കണം നമ്മുടെ നാട് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോ താലിബാനെ പോലെ നമ്മുടെ നാടാക്കണം എന്ന രൂപത്തിലാണ്. പോട്ടെ, അവിടെ ഇപ്പൊ നമുക്കറിയാം മറ്റ് ഗൾഫ് കൺട്രീസിൽ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ സിനിമാ തിയേറ്റർ തുറന്നതും അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതും അവർക്ക് എവിടെയും സ്വതന്ത്രമായി യാത്ര ചെയ്യാനും എവിടെയും താമസിക്കാനും ഒക്കെ അനുമതി നൽകിയത് നമുക്കറിയാം. എന്നാൽ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? താലിബാൻകാരുടെ നിയമങ്ങൾ എന്താണ്? ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു പെണ്ണിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടവരാണ്. അപ്പോ ഈ താലിബാൻ ആക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സൗദി അറേബ്യ അടിമുടി മാറിക്കഴിഞ്ഞു, അവർ മാറി. അപ്പൊ അവിടെ ഒരുപാട് സ്ത്രീകള്, വലിയ ക്രൗഡ് തന്നെയായിരുന്നു. അല്ലെങ്കിലും ഗൾഫ് കൺട്രീസിൽ ഈ റെസ്ലിങ്ങിന് ഭയങ്കരമായിട്ടുള്ള ഫാൻസ് ഉണ്ട്. അവരുടെ തന്നെ ആളും അവിടെ കളിക്കുന്നുണ്ട്. അവിടെ ജനിച്ചു വളർന്ന ആളുണ്ട്, മൻസൂർ, അവനും അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ആ രാജ്യങ്ങളില് ഇപ്പം ഇന്നലെ കണ്ട ക്രൗൺ ജുവൽ എന്ന് പറയുന്ന പ്രോഗ്രാമില് ആണും പെണ്ണും ഇടകലർന്ന് ആ വലിയ സദസ്സിനകത്തിരിക്കുന്നതും നൃത്തം കളിക്കുന്നതും പാട്ടുപാടുന്നതും മ്യൂസിക് ഇടുന്നതും റെസ്ലേഴ്സുമായി സെൽഫി എടുക്കുന്നതും ഒക്കെ ഇന്നലെ ലൈവായി TV ചാനലിലൂടെ കാണാനിടയായി. അപ്പോ അവര് മാറി, അവരേതാണ്ട് ആധുനിക മനുഷ്യരായി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ മുഹമ്മദ് നബി ജനിച്ച മണ്ണിൽ പോയി ആടിനെ മേച്ചും പൊട്ടിത്തെറിച്ചും യുദ്ധമുണ്ടാക്കിയും പലായനം ചെയ്തും പെണ്ണിനെ പിടിച്ചടക്കിയും അപരന്റെ സമ്പത്ത് കൊള്ളയടിച്ചും എങ്ങനെ ജീവിക്കാം എന്നാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെയുള്ള സൗദി അറേബ്യ അല്ലെങ്കിൽ അറേബ്യൻ കൺട്രീസിലൊക്കെയുള്ള ഭരണാധികാരികളുടെ വേഷം എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു 3 ഭരണാധികാരികളെ. അവർ ബെർമുഡയിട്ട് ഷോർട്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്. ആ 3 പേര് നമ്മൾ കണ്ട പെട്ടെന്ന് അയ്യോ ഭരണാധികാരികളാണോ എന്ന് തോന്നിപ്പോകും. അവിടെ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അവർ ആധുനികതയിലേക്ക് കുതിക്കുമ്പോൾ, നമ്മുടെ റഫീഖ് സലഫി വന്നിട്ട് നെയ്മറിനെയും മറ്റുമൊക്കെ ചീത്ത പറയണം നമ്മൾ കണ്ടില്ലേ. മെസ്സി ഇടുന്ന പാന്റ് പോരാ, മെസ്സി ഇടുന്നത് ഷോർട്സ് ആണ്, അതത്ര പോരാ. അതുകൊണ്ട് ആ ജേഴ്സി ഒക്കെ മാറ്റണം. അത് വേണമെങ്കിൽ അവർ കന്തൂറ ഇട്ടിട്ട് പർദ്ദയും മക്കനെ ഇട്ടിട്ട് കളിച്ചോട്ടെ, കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ സ്ത്രീകളുടെ വികാരം വ്രണപ്പെടാനിടയാകുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടെ കളിക്കുന്ന ഫുട്ബോൾ കളിക്കാര് കുറച്ചുകൂടി മര്യാദയ്ക്ക് കളിക്കണം. കാരണം അവരുടെ തുട കാണുമ്പോൾ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വെകിളി ഉണ്ടാകുന്നു. പക്ഷേ സൗദി അറേബ്യയില് ബിക്കിനി ഇട്ടുകൊണ്ട് സ്ത്രീകൾ വരുന്നു, കണ്ടില്ലേ? നമുക്കറിയാമല്ലോ റെസ്ലേഴ്സിന്റെ വേഷം എന്താണ്. പക്ഷെ അവരുടെ നാടിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് കൈയൊക്കെ ഒരു കറുത്ത ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടാണ് അവർ വന്നത്. ആ രാജ്യം പുരോഗമനത്തിലേക്ക് കുതിക്കുമ്പോൾ നമ്മൾ പോകുന്നത് അധോഗതിയുടെ അടിത്തട്ടിലേക്കാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധേയമായിട്ട് ഓർക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ബാത്റൂമിൽ കയറുമ്പോൾ തുണി പൊക്കരുത്, പൊക്കുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ജിന്നുണ്ടാകും. ഇതുപോലെയുള്ള പുരോഗമനത്തിലേക്കാണോ ഇവർ ഈ മുസ്ലിം സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും വലിയ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകൾ പല നാടുകളിലും പൊങ്ങുമ്പോൾ അതൊരു പുരോഗതിയുടെ ലക്ഷണമായിട്ടാണ് പുരോഗമന സമൂഹം കാണുന്നത്, വിദ്യാസമൂഹം കാണുന്നത്, വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം ആൾക്കാർ കാണുന്നത്. അതൊക്കെ പുരോഗമനത്തിന്റെ അടയാളമായിട്ടാണ്. എന്നാൽ ഇവിടെയോ നിങ്ങൾക്ക് ഏത് വൈറസ് എന്ന ഒന്നില്ല.
നിങ്ങൾ ഈ അധ്യായം അങ്ങ് പാരായണം ചെയ്തോളൂ, വൈറസ് വന്ന വഴിക്ക് അങ്ങ് പൊയ്ക്കോളും എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. അതുപോലെ നിപ്പ വൈറസ് വന്ന സമയത്ത് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ, പ്രവാചകനെ കുറിച്ച് എഴുതിയ മഹത്വവൽക്കരിച്ച വചനങ്ങൾ നിങ്ങൾ പാരായണം ചെയ്താൽ മതി. പ്രവാചകനെ അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ളവനായി കാണുകയും അള്ളാഹുവിനേക്കാൾ മഹത്വം പ്രവാചകന് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ ഞങ്ങളുടെ ആവലാദികളുമായി ഞങ്ങൾ നിന്നെ സമീപിക്കുന്ന പ്രവാചകരെ അങ്ങ് അത് ഏറ്റെടുത്താലും അതുകൊണ്ട് പ്രവാചകരെ ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പുറത്തു തന്നാലും പ്രവാചകന് തന്നെ ഇതുവരേക്കും സ്വർഗം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അലൻ നബിയ്യ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് പ്രവാചകനോട് അള്ളാഹു പറയാണ്, പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ മലായിക, അള്ളാഹുവും അവന്റെ മലക്കുകളും പ്രവാചകൻ ഇതാ കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രവാചകന്റെ മേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മലക്കുകളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മലക്കുകളും അള്ളാഹും ഒന്നും പ്രാർത്ഥിച്ചിട്ടും ഈ ഫലം കിട്ടാതെ വന്നപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, മുസ്ലിങ്ങളെ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് വിശ്വസിച്ചവരെ നിങ്ങളും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അള്ളാഹുവും മലക്കുകളും ഒന്നും പ്രാർത്ഥിച്ചിട്ടും ഫുൾഫിൽ ആകാതെയാണോ ഈ പാപിയായ പാപത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങളും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറയുന്നത്? അപ്പോൾ ഇതുവരെ പ്രവാചകൻ പോലും ഒരു സേഫ് സോണിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ടാണ് ആൾക്കാർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ഓടി നടക്കുകയാണ്. അപ്പോൾ ഈ അറേബ്യൻ കൺട്രീസിലുള്ള ആൾക്കാർ അപരിഷ്കൃത ഗോത്ര നിയമങ്ങളൊക്കെ പാടെ വലിച്ചെറിഞ്ഞ് അവർ ആധുനികതയിലേക്ക്, പുരോഗതിയിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് നമുക്ക് വെള്ളം ഇറക്കാം. അവിടെയുള്ള സ്ത്രീകൾ ഭരണാധികാരികളുടെ മക്കളെ എടുക്കൂ, ഭാര്യമാരെ എടുക്കൂ, അവരുടെയൊക്കെ വേഷവിധാനം എന്താണ്? നമ്മളുടെ വേഷവിധാനം എന്താണ്? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അവിടെ ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്ന 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ള മൗനത്തുൽ ഇസ്ലാം സഭ പൊന്നാനി, തർബിയത്തുൽ ഇസ്ലാം കോഴിക്കോട് പോലെയുള്ള കേന്ദ്രങ്ങൾ ഉള്ളപ്പോൾ ഇത്രയും പഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടോ എന്നത് നമ്മൾ രണ്ടാമത് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ പുരോഗമനം എന്ന് പറഞ്ഞ് ഇന്നും പുരോഗമനത്തിൽ മുട്ടിലിഴയുന്ന ആൾക്കാരാണോ നമ്മൾ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുപോലെയുള്ള രാജ്യങ്ങൾ ഇതുപോലെ പുരോഗമിക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്തുകൊണ്ട് കന്തൂറയിട്ടുകൊണ്ട് മെസ്സിക്ക് കളിക്കാൻ പാടില്ല? കന്തൂറ എന്ന് പറഞ്ഞാൽ ആകെ മൂടുന്ന ഒരു വേഷമുണ്ടല്ലോ, ഈ അറബികളൊക്കെ ഇടത്തില്ലേ, നമ്മുടെ നാട്ടിലെ നൈറ്റി എന്ന് പറയും, കുറച്ച് കൈയുണ്ട്, വെള്ളം, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോ ഇപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മളുടെ പുരോഗമനം എപ്പോഴും നമ്മൾ അകത്താക്കണം, പോക്കറ്റ് വീർപ്പിക്കണം, ബാങ്കിലുള്ള കട്ടി അങ്ങനെ തന്നെ ഉണ്ടാകണം. ഇതുമാത്രമാണ് നമ്മുടെ നാട്ടിലെ ഈ പുരോഗതിയുടെ ആൾക്കാരെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ ഉദ്ദേശം. കാരണം ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് പണ്ഡിതന്മാർ. പോരെ, ഈ പണ്ഡിതന്മാരാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ പുരോഗമനവും തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ നിൽക്കും? സൗദി അറേബ്യ എവിടെ നിൽക്കും എന്ന് നമുക്കിനി കണ്ടറിയാതെ തന്നെ കൊണ്ടറിയാം. നന്ദി.